ജപമാസം. അപ്പോൾ അവരൊക്കെ ഓർത്തുകൊണ്ട് ഒരു ഫാത്തിഹ ഓതി പെട്ടെന്നൊരു ചെറിയ ദുആ നടത്തി. രജിസ്ട്രേഷൻ ചെയ്യാത്ത بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لها اللهم انعشنا وجبرنا وعدنا للصالحين الأعمال والأخلاق إنه لا يهدي من مسلم يهدي كل معلوم له اللهم اغفر مثل ثواب يا സഹോദരൻ നമുക്കൊരു സമാധാനം നിർവഹിക്കുകയാണ്. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന സംഘടനയും എന്നാൽ അംഗത്വത്തിൽ ഏറ്റവും ഉന്നതിയിൽ കടക്കുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. പ്രസ്ഥാനത്തിൻ്റെ ഒരു മേഖല കൺവെൻഷനിലാണ്. ഈ പരിപാടിക്ക് വന്ന് പലരും പല പ്രശ്നങ്ങളും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടെ എത്തിച്ചേരാനിരിക്കുന്നത് നമ്മുടെ ഏറ്റവും നമ്മുടെ ഉസ്താദായിട്ടുള്ള ഉസ്താദ് ഇസ്ഹാഖ് ഫൈസി ചാമ്പാറമ്പാണ്. ഉസ്താദിനെയും ഉസ്താദിൻ്റെ അപാകതയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹാദരം നിറഞ്ഞ മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷനാണ്. ഈ മഹത്തായ മജ്‌ലിസിൽ SKSBയുടെ വക്താക്കളായി നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഇനി ഒരു തൗഫീഖ് കൂടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമ്മൾ ചോദിക്കേണ്ടത്. ആ തൗഫീഖ് ഈ മഹത്തായ മജ്‌ലിസിൽ നിന്ന്, ഈ മഹത്തായിരിക്കുന്ന പ്രസംഗ പീഠത്തിന്റെ പിറകിൽ നിന്ന് ബഹുമാന്യരായ ഉസ്താദുമാരുടെ അധരങ്ങളിലൂടെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന വളരെ സുപ്രധാനമായിരിക്കുന്ന അറിവുകളെ ശ്രവിക്കാനും അത് ഗ്രഹിക്കാനുമുള്ള തൗഫീഖാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഏറെ സന്തോഷം, അതിലേറെ അഭിമാനം, ഏറെ മഹത്തരമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങളൊക്കെ വിവിധ റേഞ്ചുകളിൽ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹോന്നതരായ പണ്ഡിത മഹത്തുക്കൾ തിരുസുന്നത്തിനെയും ഈ മഹത്തായിരിക്കുന്ന ശ്രേണിയെയും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലേക്ക് ഏത് രൂപത്തിലാണോ നിക്ഷേപിച്ചിട്ടുള്ളത് അതിൽ ഒരു തരി പോലും വ്യതിചലനത്തിന് ഇട കൊടുക്കാതെ ആ മഹത്തായിരിക്കുന്ന പാതയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കണം. അതിന്റെ സ്വായത്തമായിരിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കണം. അതിന്റെ ഹൃദ്യമായ രൂപത്തിലുള്ള ഒരു സാന്നിധ്യമായിരിക്കണം. എന്റെ ഈ സാന്നിധ്യം എന്ന മനസ്സ വാച കർമ്മണ നിങ്ങളുടെ ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ചുകൊണ്ടാവണം. ഇവിടെ നിന്ന് ലാസ്റ്റ് സമയം സലാത്തും ചൊല്ലി ഭക്ഷണത്തിന്റെ പുതിയുമായി സർവശക്തനായ റബ്ബ് ഈ ഒരു നിത്യമായി ഈ ഒരുമിച്ചുകൂടെ സ്വാരിയായ നിലമ്പൂർ മേഖല കർമ്മരീതിയായ പ്രവർത്തകരാണ്. അവർക്ക് ഈ മഹത്തായ സംരംഭത്തിന്റെ ഔപചാരികമായ ചെറിയൊരു ഉദ്ഘാടനം നീട്ടി പറയുകയല്ല. വീട്ടിലൊരുപാട് ആൾക്കാർ അവരെ എണീച്ചത്. എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്,
നാട്ടിൽ ദീനീപരമായ പ്രവർത്തനം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശത്തിൽ അണ്ണുമണി തൂക്കം വ്യതിചരിക്കുന്ന ഒരു പരിപാടി നടത്തുന്നുണ്ട്. ഒരു മരണം വീടായാലും ഒരു കല്യാണമായാലും ഒരു തക്കാരമായാലും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു പ്രവർത്തനം കഴിയുമെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾക്ക് കഴിയുന്നതും ജമാഅത്തിന്റെ പള്ളിയിലെത്തുകയും മറ്റുള്ള എല്ലാ നിസ്കാരത്തിലും ജമാഅത്തിന്റെ പള്ളിയിലെത്തുകയും ഒരു മരണം വീടൊക്കെ കാണുമ്പോൾ അവിടെ നമ്മുടെ ഒരു ഒത്താശ നമുക്കുണ്ടാവണം. നമ്മളെ കൊണ്ട് കഴിയുന്ന എന്താണ് മുസ്ലിമീങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണം, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു വിഷമം മാറ്റാൻ നല്ല പ്രവർത്തകന്മാരെ മാതാപിതാക്കൾ ജ്യേഷ്ഠന്മാരെ ബഹുമാനിക്കുക, അനുജന്മാരെ കരുണ കാണിക്കുക, ഉസ്താദന്മാരെ ആരായിരുന്നാലും അവരെ ബഹുമാനിക്കുക, അഹിൽവൈദ്യങ്ങളെ ബഹുമാനിക്കുക. ഒരു വേണ്ടാത്തരം കെട്ടി കഴിഞ്ഞാൽ പടുത്ത് നമ്മുടെ ഈ ഇതൊക്കെ പോയി ക്രിസ്മസ് അതിനെ കൂട്ടി വിളിച്ചാണ്, അല്ലെങ്കിൽ ഓണത്തിന് കൂട്ടി വിളിച്ചാണ്, അതിനൊന്നും നമ്മളെ ആവശ്യമല്ല. അത് നമ്മുടെ നിയമല്ല. അത് നമ്മുടെ കൂടുതൽ പെരുന്നാൾ വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൂടി വരുന്നുണ്ടോ? അവിടെ അല്ലല്ലോ. ബഹുമാന്യരായ ഉസ്താദുമാരെ, സ്നേഹമുള്ള SKSBയുടെ നേതാക്കളെ, വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ മുൻകൂട്ടി കണക്കാക്കി, അതല്ലെങ്കിൽ സ്വസ്ഥമായി ഒന്ന് കളിക്കാൻ പറ്റുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്ന ദിവസമാണ്. പെട്ടെന്നാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് 2 ദിവസം മുന്നേ ആയിരിക്കും വിവരം കിട്ടിയില്ല. നിങ്ങളെല്ലാവരും ഈ പരിപാടിക്ക് ദൂരെ നിന്ന് ഇവിടെ എത്തിച്ചേർന്നു. വലിയ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സിയാറത്ത് ചെയ്തല്ലോ ഈ മഹലിൽ. നിങ്ങളൊക്കെ ദുആയിൽ എപ്പോഴും ഉൾപ്പെടുത്തണം. എല്ലാവരെയും, ഈ മഹല്ലത്തുകാരെയും ഈ മദ്രസയിലെ കുട്ടികളെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തകരെയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീന്റെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ഹുസൈൻ ഉസ്താദ്, ജമിയത്തുൽ മുഅല്ലിമീൻ ട്രഷറർമാരുള്ള ഉസ്താദ് അവറുകൾ, അതുപോലെ സുന്നി ബാലവേദി ജില്ലാ ചെയർമാൻ ഷിയാബുദ്ദീൻ ഉസ്താദ് അവറുകൾ, ജമാലുദ്ദീൻ ഉസ്താദ് അടക്കമുള്ള വേദിയിൽ വിട്ടരായ ഉസ്താദന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ റജബ് മാസത്തിൻ്റെ പകലിൽ ഒരുമിച്ച് കൂടിയതിന് അല്ലാഹു സ്വാലിഹായ അഅ്മാലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുകയില്ല. ഉസ്താദന്മാരുണ്ട്, ഉസ്താദന്മാരെ ഇവിടെ ഇരുത്തി സംസാരിക്കുക എന്നുള്ളതൊരു അതവയുടെ ആയതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുകയല്ല. വളരെ സന്തോഷം തോന്നുകയാണ് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഉസ്താദിനൊക്കെ കാണുമ്പോൾ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളാണ്. വിനയാന്വിതരായി ഏറ്റവും ആദരണീയനായ നമ്മുടെ വേദിയിലുള്ള സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ നേതാക്കൾ, സമസ്ത കേരള സുന്നി ബാലവേദിയുടെ നേതാക്കൾ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വേണമെന്ന് തോന്നുന്ന ആളുകളൊന്ന് കൈവന്നിച്ചാണ്, ഒന്നും കൈവന്നിക്ക് ആവശ്യമില്ലവര്. ഇന്ന് കൂടുതൽ ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി ആ സമയം ഇവിടെ ഈ താഴെ ബാത്റൂമിനവിടെ കുറച്ച് മണ്ണാണ് കലക്കിയിട്ട് ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാണ്. ആർക്കെങ്കിലും വേണ്ടി വരും. അങ്ങനെ താല്പര്യമില്ലൊന്ന് കൈവന്നിച്ചാണ്. ഉണ്ടോ? ആരും ഉണ്ടാവില്ല. അപ്പൊ പറയാനുള്ള എന്താണോ, നിങ്ങളൊക്കെ SKSBയുടെ നേതാക്കന്മാരാണ്.
നിങ്ങൾ നന്നായാൽ നിങ്ങളെ കുടുംബത്തിന് വേണം, പിന്നെ നാട്ടുകാർക്ക് വേണ്ടി വരും, ഉസ്താദുമാർക്ക് വേണ്ടി വരും, എല്ലാവർക്കും നിങ്ങൾ ആവശ്യമുള്ള ഒരു സാഹചര്യം വരും. അഥവാ നമ്മളിപ്പോൾ ശുദ്ധ പ്രകൃതരാണ്, നല്ല കുട്ടികളാണ്, നന്നായി കഴിഞ്ഞാൽ നമ്മെ എല്ലാവർക്കും ആവശ്യമുണ്ട്. മോശമായാലോ ആ വെള്ളം ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ആരും കൈ പോലും പൊക്കാൻ റെഡിയില്ലാത്ത അവസ്ഥ വന്ന പോലെ ആർക്കും നമ്മെ വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ നന്നായി നല്ല കുട്ടികളായി ജീവിക്കാനുള്ള തോൽപ്പിക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും കയ്യിൽ നമ്പർ 4 ഉള്ളത് മോനെ ഏത് റേഞ്ചിൽ തോന്നേ എന്താ റേഞ്ച്? ഓരോ ഫോണ് ഞാൻ തുറന്നു, എന്റെ ഫോണ് ഓനെ കൊണ്ട് ഞാൻ തോർപ്പിച്ചും ചെയ്തു. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഓനെ ആദ്യമായിട്ട് കാണാണ്, ഒരു നിലക്കൊരു പരിചയമല്ല. അങ്ങനെ ആരെ ഫോൺ വേണമെങ്കിലും ഞാൻ തുറന്നു, ഏതായാലും വേണ്ടില്ല. ഒരു കിട്ടിയിട്ട് മോനെ എങ്ങനെ വായിച്ച മനസ്സോട് ഉറക്കെ വായിക്കട്ടോ. മനസ്സിലതിങ്ങനെ വലിയൊരു ബോർഡിൽ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചതായിട്ട് ഒന്ന് മനസ്സോട് വായിക്കട്ടോ. ഓക്കെ ഞാൻ പറയട്ടെ. 91 32 53 ആണോ? ഇവരെ പലരും വ്യത്യസ്തമായ സംഖ്യകളാണ് അടിച്ചിട്ടുള്ളത്. അടിച്ചതിന്റെ കാൽക്കുലേഷൻ ഇവൻ ഇങ്ങനെ മനസ്സോട് വായിക്കുന്ന സമയത്താണ് ഞാൻ എന്താക്കിയിട്ടുണ്ട് വായിച്ചത്. പോരെ ഈ 2 ഐറ്റം പോരെ അല്ലാതെ 3 റേഞ്ചിൽ മോനെ ഏത് റേഞ്ചിലാ കിടക്കലവാ ഏതെങ്കിലും റേഞ്ചിൽ കൂടി പോകണേ. ഈ പേപ്പർ സത്യത്തിൽ നമുക്ക് ആ പഴമൊഴിന്റെ കൂടെ തന്ന പേപ്പറാണ്. ഞാൻ അവിടെ പോയി എടുത്തുകൊണ്ടത്, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ ഇതിലൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഒരാൾ കൂടി വരും, ഏതെങ്കിലും റേഞ്ചിൽ ഒരാളെന്നോളി അത് വരുമോ? എന്റെ കയ്യിൽ ഞാനൊരു പ്രശ്നം പേപ്പർ എന്റെ കയ്യിൽ വന്നു, നിങ്ങളെ കയ്യിൽ വന്നു. ഇഷ്ടമുള്ള ഭക്ഷണത്തിന്റെ പേര് എഴുതാം. ഒരു എക്സ്പെരിമെന്റ് ആണ്. ഞാൻ കാണണ്ട, ഞാൻ മാറി തരാം. ഇഷ്ടമുള്ള ഭക്ഷണത്തിന്റെ പേര് എഴുതുക. എന്നിട്ട് 4ആയി മടക്കിയിട്ട് ഇതിന്റെ തൊപ്പിലിട്ടത് കേട്ടോ. അതിന്റെ പേര് ഞങ്ങൾ മുമ്പ് പരിചയമുണ്ടോ? നിങ്ങൾക്ക് അറിയോ മുമ്പ്? ഇല്ല. നിങ്ങളെ കൈയക്ഷരമൊന്നും എനിക്കറിയില്ല. നിങ്ങൾ 3 പേരും എഴുതിയിട്ടത് ശരിക്കും ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എഴുതിയിട്ടത് ഏതാണെന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, ഇതെന്താ സാധനം എഴുതിക്കുന്നത്? സൂഷി. അത് ഞാൻ ആദ്യം കേൾക്കണം ഭക്ഷണം. സത്യത്തില് ഓൻ എഴുതിയ സാധനം അതാണ്. ഇതന്നെയല്ല മോൻ എഴുതിയത്. രണ്ടാമത് ഇവരും എഴുതിയോ മന്ത്യ ബിരിയാണി എഴുതിയതുപോലെ കൈ കറക്കുമ്പോൾ സ്മെല് കിട്ടിയാൽ ഇതിന്റെ കഞ്ഞിയാണ് ഓൻ എഴുതിയത് അല്ലേ? ഇവന് ജീവനോടുള്ള സാധനം ഓന് കോഴി എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ജീവനോടല്ല കോഴിയാണ്. അതുകൊണ്ട് അതിന്റെ കറി വെച്ച മണമൊന്നും കിട്ടിയില്ല. കോഴിന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 3 എഴുതിയാണ് നിങ്ങൾക്ക് കിട്ടിയത് ആണോ? ഉറപ്പല്ലേ? ഇനി ഭാഗ്യ